സുഹൃത്തുക്കളെ, അദബുകൾ, ആദരവുകൾ, അത് വലിയ ഫലമുളവാക്കുന്ന കാര്യമാണ്. ആദാബുകൾ എവിടെയും മഖ്ബറയിൽ ചെന്നാൽ നല്ല അദബുകൾ. ജീവിതകാലത്ത് എങ്ങനെയാണോ ആ മഖ്ബറയിൽ കിടക്കുന്ന വ്യക്തിയുമായി നമ്മൾ സമീപിക്കാറുള്ളത്, അതുപോലെയാണ് ഖബറിന്റെ അടുക്കൽ ചെന്നാൽ സമീപിക്കുന്നത്. ജീവിതകാലത്ത് എങ്ങനെയാണ് സമീപിക്കാറ് അതുപോലെ. ചില മഖ്ബറകളിൽ കുറെ അനാവശ്യങ്ങൾ, കുറെ മുട്ടും പാട്ടും, ഹറാമായ മുട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പലതും കാട്ടിക്കൂട്ടുന്ന ചില മഖ്ബറകൾ. ഇപ്പോഴീ ഈ ഡ്യൂപ്ലിക്കേറ്റ് വളരെ കൂടുതലുള്ള ഒരു കാലം. ഒരാള് എന്നോട് പറഞ്ഞു, ഒരു മഖ്ബറിന്റെ സമീപത്ത് ചെന്നപ്പോ ഒരു പാവം ഒരു ചെറിയ മുത്താലിം ചെന്നപ്പോ ആ മുത്താലിമിനോട് അവിടെയുള്ള ഒരാൾ പറഞ്ഞു പോലും, ഈ പേരോട് അയാൾ വലിയ വിലായത്തിന്റെ മർത്തബയിലെത്തായിരുന്നു. എത്താത്തതിന്റെ കാരണം എന്താ അറിയോ? മഖ്ബറയിലുള്ള അനാചാരത്തിന് എതിർത്തതുകൊണ്ടാണ്. മഖ്ബറയിൽ ചെയ്യുന്ന തോന്നിവാസത്തിന് എതിർത്തുകൊണ്ടാണ് മഖാമിലെത്താത്തത് എന്ന് പറഞ്ഞു. അങ്ങനെ പല തട്ടിപ്പേരും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ സമസ്ത കേരള ജമീയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ഒന്നിച്ച് ആരും അങ്ങോട്ട് അടുക്കണ്ടെന്ന് പറഞ്ഞ ഒരാളുടെ അദ്ദേഹം പലരോടും പറഞ്ഞയച്ചിരുന്നു, എന്റെ കുറെ ബഹുമാനം പറഞ്ഞിട്ട് സിറാജുൽ ഒന്ന് വരാൻ വേണ്ടി. ഈ എത്ര ബഹുമാനം പറഞ്ഞിട്ട് ഞാൻ പൊങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ സലാമത്തായി. പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് പണ്ഡിതന്മാർ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പല തട്ടിപ്പുകാരുണ്ട്. അതായത് പണ്ഡിതന്മാരെ പൊക്കി പറയാ, മുതഅല്ലിമീങ്ങളെ പൊക്കി പറയാ, അതുപോലെ നേതാക്കന്മാരെ പൊക്കി പറയാ, ഉസ്താദുമാരെ പൊക്കി പറയാ. ഈ പൊക്കി പറയുമ്പോൾ തന്നെ ആലോചിക്കണം ഇവൻ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ട് മനസ്സിലാക്കും. അപ്പൊ ഈ കുട്ടി ബേജാറായി. ഈ കുട്ടി പറഞ്ഞു, അതെന്റെ ഉസ്താദാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണോ? എന്നാ ഒന്നും വേണ്ട. ഞാൻ പറയട്ടെ, അയാൾ മഹാ തോന്നിയാസിയാണ്. എന്തുകൊണ്ട്? മഖ്ബറ എന്ന് പറയുന്നത് എങ്ങനെയാണ് മഖ്ബറയിൽ പെരുമാറേണ്ടത് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇമാമികളാണ് അള്ളാന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവര് പഠിപ്പിച്ചു തന്നതുപോലെയാണ് മഖ്ബറയിൽ പെരുമാറൽ. മഖ്ബറയിൽ പോയിട്ട് ആ മഖ്ബറയിൽ കിടക്കുന്ന ആൾ ഒരു നിലക്കും ഇഷ്ടപ്പെടാത്ത കുറെ തോന്നിവാസം ചെയ്യല്ല വേണ്ടി. അജ്മീറുൽ ഖദാ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീം വലിയ മഹത്വമുള്ള മഹാനാണ്. പക്ഷെ അവിടെ പോയിട്ട് അവിടുന്ന് കുറെ കിടന്നു ഉരുളുക, അല്ലെങ്കിൽ അവിടുന്ന് പോയിട്ട് നെറ്റി വെച്ച് സുജൂദ് ചെയ്യാം, ഒരിക്കലും പാടില്ലാത്ത കാര്യം. ഒരിക്കലും പാടില്ലാത്ത കാര്യം. മഖ്ബറകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരാൾ തെറ്റ് ചെയ്യുന്നത് വളരെ മോശം. ആ തെറ്റ് ഒരു മഹാന്റെ മുമ്പിൽ പോയി ചെയ്യുന്നത് മഹാമോശം. അങ്ങനെ ഒരാൾ കള്ളുടിക്കുന്നു, വലിയ തെറ്റ്. ആ കള്ളുടി വലിയൊരു ആലിമിന്റെ മുമ്പ് പോയിട്ട് കള്ളുടിക്കുക, വലിയൊരു സയ്യിദിന്റെ മുമ്പ് പോയി കള്ളുടിക്കുക. അവൻ തീരെ ദീനില്ലാത്തവൻ. അതുപോലെയല്ലേ മഖ്ബറയിൽ പോയിട്ട് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യം ചെയ്താൽ? മഖ്ബറകൾ വളരെ ആദരവോടെ പെരുമാറേണ്ട സ്ഥലങ്ങളാണ്. അവിടെ കിടക്കുന്ന മഹാന്മാർ അവരെ സിയാറത്ത് ചെയ്യുമ്പോ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നോക്കണം. മഖ്ബറ സിയാറത്ത് എവിടെയാണ് നോക്കേണ്ടത്? ഈ മഖ്ബറിന്റെ മേലെ ചിലപ്പോ ഒരു താബൂത്ത്, ഒരു പെട്ടി വെച്ച് അതിന്റെ മുകളിൽ ചിലപ്പോ തുണിയൊക്കെ വിരിച്ചു, അവിടെ കൊള്ളല്ല നോക്കേണ്ടത്. എവിടെ നോക്കേണ്ടത്? തല താഴ്ത്തിയിട്ട് ആ ഖബറിൽ കിടക്കുന്ന മഹാന്റെ മുഖം എവിടെയാണോ വരിക അങ്ങോട്ടോ നോക്കേണ്ടത്. അല്ലാതെ ഈ മേലുള്ള പെട്ടിക്കല്ല, പെട്ടി കൊള്ളല്ല നോക്കേണ്ടത്. അധികം ആളും ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഇങ്ങനെ നോക്കിയിട്ടാണ് സിയാറത്ത് ചെയ്യുക. അങ്ങനെയല്ല നോക്കേണ്ടത്. ഈ ആ പെട്ടിക്കല്ല ബഹുമാനം, അല്ലേ? ചിപ്പിക്കല്ല ബഹുമാനം, മുത്തിനാ ബഹുമാനം. മുത്തുള്ള ചിപ്പിക്കല്ല ബഹുമാനം, ഈ മുത്തിനാണ് ബഹുമാനം. പെട്ടിക്കല്ല ബഹുമാനം, പെട്ടിയിലുള്ള ഗ്രന്ഥത്തിനാണ് ബഹുമാനം. അങ്ങനല്ലേ? അപ്പൊ ആ മഖ്ബറയിൽ കിടക്കുന്ന മഹാൻ താഴെ, ഭൂമിയുടെ താഴെ കിടക്കും. അവിടെ ആ മഹാനിലേക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് സലാം പറയേണ്ടത്. അങ്ങോട്ടാണ് നമ്മൾ കണ്ണുകൊണ്ട് നോക്കേണ്ടത്. അങ്ങനല്ലേ? നമ്മൾ ഒരു വലിയ മഹാൻ ഒരു താഴെ നിലയിൽ, അല്ലെ താഴെ ഒരു താഴ്ന്ന സ്ഥലത്താവുള്ളതെങ്കിൽ നമ്മൾ മേലെ അങ്ങോട്ട് നോക്കും. മേലെയാണെങ്കിലോ മേലെയൊക്കെ നോക്കും. അവരെടുത്ത് ചെന്നാൽ അവരെ മുഖത്തേക്ക് നോക്കട്ടെ. അപ്പൊ മഖ്ബറ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ആ ഖബറിലുള്ള മഹാൻ കിടക്കുന്നത് താഴെയാകുമ്പോ അവിടത്തേക്കാണ് നമ്മുടെ കണ്ണ് നമ്മൾ തിരിക്കേണ്ടത്, അല്ലാതെ ഈ പെട്ടിന്റെ മുളക്. അങ്ങനെ വളരെ അതപോടുകൂടെ പോയി നിൽക്കണം. അവിടെ പിന്നെ വേറെ അനാവശ്യമായ ചിന്തകളൊന്നും ഉണ്ടായിരുന്നു. നമ്മളൊരു വലിയ മഹാൻ സമീപത്ത് വന്ന് നിൽക്കുക, അദ്ദേഹം മുഖേന അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തണം എന്ന നീയത്തിൽ വളരെ നല്ല അതപോടുകൂടി പോയി നിൽക്കണം. ഏറ്റവും നല്ലത് അവരുടെ മുഖത്തേക്ക് നോക്കുന്ന വിധത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്നതാണ്. ഖുർആൻ ഓതി കഴിഞ്ഞതിന് ശേഷം സിയാറത്ത് ചെയ്യുമ്പോ സൗകര്യമുണ്ടെങ്കിൽ അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നീങ്ങി ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ദുആക്ക് പ്രത്യേകതയുണ്ട്. അതേസമയത്ത് സൗകര്യമില്ലെങ്കിൽ ഉള്ള സൗകര്യം അനുസരിച്ചൊക്കെ ചെയ്യാം. ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞത്.
മഖ്ബറ സിയാറത്ത് ചെയ്യുമ്പോ അവിടെ നമ്മൾ അനാവശ്യമായ ചിന്തകൾ, അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തും. ഖബറിന്റെ സമീപത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്നതല്ലാതെ, അവിടെ കിടക്കുന്ന മഹാന്മാര് പൊരുത്തപ്പെടുന്നതല്ലാതെ ഖബറിന്റെ സമീപത്ത് ചെയ്യുക, ഇതൊന്നും തമാശയല്ല. ഇതെല്ലാം വലിയ സംഭവങ്ങളാണ്, വലിയ വിഷയങ്ങളാണ്. അള്ളാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക. ഒരു മഹാൻ കിടക്കുന്ന ഖബർ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോട്ടമാണ്. ഒരു ശരിയായ മഹാന്റെ ഖബർ അത് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോട്ടമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപ പ്രദേശമടക്കം മാ ബൈന ഖബരി വ മിൻബരി, അല്ലെങ്കിൽ മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അവിടുത്തെ ഖബർ ശരീഫ് മാത്രമല്ല, അതിന്റെ പരിസരവും സ്വർഗ്ഗത്തോട്ടമാണ്. എല്ലാ മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളുടെ ഖബറും സ്വർഗ്ഗത്തോട്ടമാണ്. സ്വർഗ്ഗത്തിന്റെ സമീപത്ത് പോകുന്നവരാണ് വാസ്തവത്തിൽ മഹാന്മാരുടെ ഖബറിന്റെ സമീപത്ത് പോകുന്നവർ. അവിടെ നിന്ന് ഫാത്തിഹ ഓതുക, പരിശുദ്ധ ഖുർആനിൽ കഴിയുന്നതൊക്കെ ഓതുക. അത് സുന്നത്താണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അത് എത്രത്തോളം ഓതാൻ കഴിയുമോ അത്രയും നല്ലതാണ്. അവിടെ വെച്ച് ദിക്ർ ചൊല്ലാം, സലാത്ത് ചൊല്ലാം, ചെന്നാൽ അവർക്ക് സലാം പറയും. അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അവരെ വിളിച്ചുകൊണ്ട് സലാം പറയും. അവരും നമ്മുടെ തമ്മിലുള്ള കണക്ഷൻ, അത് നല്ല കണക്ഷനായി വരാൻ വേണ്ടി തീപ്പെട്ടിക്കൊള്ളിയുടെ മേലെ മരുന്നുള്ള ഭാഗം, തീപ്പെട്ടിക്കൊള്ളിയുടെ മേലെ മരുന്നുള്ള ഭാഗം രണ്ടും തമ്മിൽ ഉരസുമ്പോ അവിടെയാണ് കത്ത്. ഈമാനും തഖ്വയും എത്രത്തോളം കൂടുതലുള്ള മഹാനാണോ ഖബറിൽ കിടക്കുന്നത്, അതനുസരിച്ച് പോകുന്ന ആള് എത്രത്തോളം വലിയ മഹാനാണോ അത്രത്തോളം അവിടെ അതിന്റെ ബറക്കത്തുകളും അൻവാറുകളും പ്രകാശങ്ങളും കൂടും. നേരെ മറിച്ച് മരുന്നില്ലാത്ത ഭാഗം, തീപ്പെട്ടിക്കൊള്ളിന്റെ മരുന്നില്ലാത്ത ഭാഗം അതുകൊണ്ട് പോയി ഉരസിയാൽ കത്തൂല. അതുപോലെ തീപ്പെട്ടിയുടെ മരുന്നില്ലാത്ത ഭാഗം ഉരസിയാലും കത്തൂല. ഈമാനും തമ്മിൽ അടുക്കണം, അപ്പോഴാണ് അവിടെ പ്രകാശം സംഭവിക്കുന്നത്. ശൈഖുനാ സുൽത്താനുൽ ഉലമ രചിച്ച മൗലിദ് കിതാബും മർക്കസിന്റെ കലണ്ടറും സദസ്സിൽ ലഭ്യമാണ് എന്ന് പ്രത്യേകമായി അറിയിക്കും. അപ്പൊ മഹാന്മാരെ മഖ്ബറയിൽ ഖുർആൻ ഓതാം. അവിടെ നിന്ന് അല്ലാഹുവിനോട് ചെയ്യുന്ന ദുആ അത് ഇജാബത്തിന് വലിയ സാധ്യതയുള്ള ദുആയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീഇൽ മറവ് ചെയ്യപ്പെട്ട സഹാബികളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പാതിരാ സമയത്ത് വരെ പോകാറുണ്ട്. അവിടെ ചെന്ന് ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട്, അവിടെ നിന്ന് ദുആ ചെയ്യാറുണ്ട്. എവിടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോകുന്നത്? 1,00,000 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയുടെ തൊട്ട റൂമിലാണ് നബി തങ്ങളുള്ളത്. അവിടുന്നാണ് ദുആ ചെയ്യാൻ വേണ്ടി ഖബറിന്റെ സമീപത്തേക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, മഹാന്മാരെ മഖ്ബറയിൽ വെച്ചുള്ള ദുആക്ക് എത്ര വലിയ മഹത്വം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നിട്ട് യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, അല്ലാഹു തആല നമുക്കും നിങ്ങൾക്കും പുറത്തു തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോ മഖ്ബറയുടെ സമീപത്തുള്ള ദുആ അത് ഇജാബത്തുള്ള ദുആയാണ്. അതിന് പ്രത്യേകതയുണ്ട്, അതിന് മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുൻഗാമികൾക്കും പിൻഗാമികൾക്കും വേണ്ടി ഖബറിന്റെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ചിലർ ഖബർ സിയാറത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഖബർ സിയാറത്തിന് കുഴപ്പമൊന്നുമില്ല. അതേസമയം ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദ്വാരക്കാൻ പാടില്ല, ഖബറിലുള്ള ആൾക്ക് വേണ്ടി മാത്രം ദ്വാരക്കാം എന്ന് പറയുന്നുണ്ട്. വിവരം കെട്ടവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറയുടെ സമീപത്ത് വെച്ച് നടത്തിയ ദുആ പഠിക്കാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് കൽപ്പിച്ചതും നിർദ്ദേശിച്ചതും എല്ലാം നല്ല കാര്യങ്ങളാണ്, അവിടുന്ന് വിരോധിച്ചതെല്ലാം നമുക്ക് മോശം ചെയ്യുന്ന കാര്യങ്ങളാണ്. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും സുബദ്ധമാണ്. അത് മുഴുവനും സർവ്വജനങ്ങൾക്കും ഉപകാരപ്രദമായ കാര്യമാണ്. അവിടുന്ന് വിരോധിച്ച എല്ലാ കാര്യങ്ങളും നാശകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.